കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി രക്ഷയുടെ ഭദ്രത എന്ന മനോഹരമായ ഒരു വിഷയം ഞാൻ വിവിധ നിലയിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ടൈം ലൈനിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷയം ഞാൻ പറഞ്ഞ വിഷയങ്ങൾ അത്രയും വിശുദ്ധ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അതിശക്തമായ നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എന്റെ ഈ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ വളരെ മോശപ്പെട്ട നിലയിൽ അതിനോട് പ്രതികരിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ പ്രതികരിച്ച ആളുകളോട് ഏതെങ്കിലും നിലയിലുള്ള പ്രയാസമൊന്നുമില്ല. എങ്കിലും അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സ്റ്റേറ്റിൽ പാർത്തുകൊണ്ട് വാസ്തവത്തിൽ ആത്മരക്ഷ എന്താണെന്ന് അറിയാത്ത ഒരു പിതാവ് എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം തുടർമാനമായി എഴുതിക്കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും വേണം, കൽപ്പനകളും പ്രമാണിക്കണം, എന്നാൽ മാത്രമേ ഒരാൾക്ക് നിത്യജീവൻ ലഭിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതെല്ലാം കൽപ്പനകളാണ് ഈ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോശ കൽപ്പിച്ച മുഴുവൻ കൽപ്പനകളും പ്രമാണിക്കണം, അതുകൂടാതെ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കൽപ്പനകളെല്ലാം പാലിക്കണം, എങ്കിൽ മാത്രമേ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എനിക്ക് വാസ്തവത്തിൽ അത് വായിച്ചപ്പോൾ വളരെ കഷ്ടം തോന്നി. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഒരു പാസ്റ്ററായി ഒരു സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, പ്രായമുള്ള ആളാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു പാപി രക്ഷിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, കൽപ്പനകളെ അനുസരിക്കുകയും കൂടി ചെയ്യണം. ഏതായാലും അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് പ്രിയ സഹോദരൻ അൻസൻ മാരാമൻ ഒരു ചെറിയ കമന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഗലാത്യരുടെ ഇടയിലെ യൂദായിസ്റ്റുകളുടെ ഉപദേശമാണല്ലോ അച്ചായ എന്ന് പറഞ്ഞു. ഗലാത്യ സഭയിലുണ്ടായിരുന്ന പ്രശ്നവും അതുതന്നെയാണ്. സൂക്ഷ്മമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗലാത്യരോട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ ഗലാത്യർ കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഗലാത്യർ സ്വീകരിച്ചിരിക്കെ അവരുടെ ഇടയിലേക്ക് യെരുശലേം യഹൂദിയയിൽ നിന്ന് ചില ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് സുവിശേഷം കേട്ട് വിശ്വസിച്ചവരെങ്കിലും ന്യായപ്രമാണ തൽപരരായ ചില യഹൂദന്മാർ അവര് യഹൂദിയയിൽ നിന്ന് ഈ ഗലാത്യ ദേശത്ത് വന്നു. ഗലാത്യ ദേശത്ത് വന്നിട്ട് ഗലാത്യ സഭയിലെ വിശ്വാസിയോട് ചോദിച്ചു, ആർ യു ഓൾ ബോൺ അഗെയിൻ? നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഹൗ ഡിഡ് യു ബോൺ അഗെയിൻ? നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പോൾ അവർ പറഞ്ഞു, പൗലോസ് ഇവിടെ വന്നു, ഈ ഗലാത്യ പ്രദേശങ്ങളിൽ അദ്ദേഹം ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിലെ ക്രൂശിൽ യാഗമായി ഭവിച്ച യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ സൗജന്യമായി രക്ഷിക്കപ്പെടാം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഞങ്ങൾ കർത്താവായ യേശുവിനായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് ആ യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ കൈക്കൊണ്ടു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ യഹൂദിയയിൽ നിന്ന് വന്ന ജുഡായിസേഴ്സ്, യഹൂദ മതാനുസാരികളായ ആളുകൾ, യഹൂദ മതസ്ഥരായ ആളുകൾ, അവർ ക്രിസ്ത്യൻസാണ്. അവർ പറഞ്ഞു, നോനോ, നിങ്ങൾക്ക് അബദ്ധം പറ്റി. നിങ്ങളെ ശരിയായി രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മോശയിക ന്യായപ്രമാണ ആചരണ പ്രകാരം പരിച്ഛേദന കൂടി സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ ഇൻകംപ്ലീറ്റ് ആണ്, അത് അപരിപൂർണമാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ ഗലാത്യയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഈ വിശ്വാസികൾക്ക് എന്തെന്നില്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അവർ പറഞ്ഞു, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാണല്ലോ പൗലോസ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങ് പറയുന്നു ഞങ്ങൾ ഇനിയും മോശയിക ന്യായപ്രമാണ ആചരണപ്രകാരം പരിച്ഛേദനയോട് ഏൽക്കണം, അല്ലെങ്കിൽ സാൽവേഷൻ പൂർത്തീകരിക്കപ്പെടുകയില്ലെന്ന്. ഏതായാലും പൗലോസിന്റെ ചെവിയിൽ ഈ വർത്തമാനം എത്തി. ഗലാത്യയിലെ വിശ്വാസികൾ കൃപയിൽ നിന്ന് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ടുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നു. അതിന് കാരണമായി തീർന്നത് യഹൂദിയയിൽ നിന്ന് ഗലാത്യയിൽ വന്ന് ഈ വ്യാജോപദേശം പഠിപ്പിച്ച യഹൂദ മത ആനുസാരികളായ ആളുകളാണെന്ന് പൗലോസ് മനസ്സിലായി. അങ്ങനെയാണ് പൗലോസ് അവരോട് മറുപടി പറയുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഒഴികെ, ഗലാത്യർ 1:7 വാക്യങ്ങൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഒഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ ആ അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് നിങ്ങളെ അറിയിച്ചത് ഒഴികെ വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറഞ്ഞു. ഇതുകൂടാതെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും 2 പ്രത്യേക ചോദ്യം കൂടെ പൗലോസ് പറഞ്ഞു. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പാകെ വരച്ചു കാട്ടിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കത. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അതേ പൗലോസ് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, അബ്രഹാമിന്റെ വാഗ്ദത്തം വിശ്വാസികളായ നാം എന്ത് ചെയ്യുക, വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ദൈവം അബ്രഹാമിനോട് അരുളിച്ചെയ്ത വാഗ്ദത്തം വിശ്വസിക്കുന്നവരായ നമുക്ക് വിശ്വാസത്താലാണ് അത് പ്രാപ്യമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പൗലോസ് തന്നെ കറക്റ്റ് ചെയ്തു. ന്യായപ്രമാണം പ്ലസ് ഗ്രേസ് ഈസ് ഈക്വൽസ് ടു സാൽവേഷൻ എന്നാണ് ഇവർ പഠിപ്പിച്ചത്. അതായത് സുവിശേഷവും അതിനോട് ചേർന്ന് ന്യായപ്രമാണ ആചരണവും കൂടെ ചേർന്നാൽ രക്ഷയായി. ഇതാണ് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഈ രക്ഷ എന്താണെന്ന് അറിയാൻ വയ്യാതെ രക്ഷയെക്കുറിച്ച് പറയുകയും രക്ഷയുടെ സന്ദേശം പറയുന്ന ആളുകളെ ദൂഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമുള്ള പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരക്ഷരം പോലും അറിയാൻ വയ്യ എന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ രക്ഷിക്കപ്പെടണമെങ്കിൽ കൽപ്പനകൾ കൂടി പ്രമാണിക്കണമെന്ന് അങ്ങ് പറയുന്നല്ലോ, ഏതെല്ലാം കൽപ്പനകളാണ്? അദ്ദേഹം പറഞ്ഞത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള കൽപ്പനകൾ പ്രമാണിക്കണം എന്നാണ്. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ മർക്കോസ് 10 ഒരു ന്യായശാസ്ത്രി വന്നു. ഈ ന്യായശാസ്ത്രി വന്ന് അവനോട് ചോദിച്ചു, ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു ദാറ്റ് ഐ മൈറ്റ് ഹാവ് ഇറ്റേണൽ ലൈഫ്? അതാണ് ഒരു ചോദ്യം. അപ്പൊ അവനോട് യേശു പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കാം, ഇത്യാദി കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഓൾ സിൻസ് റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഞാൻ എന്റെ ബാല്യം മുതൽ ഇതെല്ലാം ചെയ്തു വരികയാണ്. അപ്പൊ യേശുവോട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യുക, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇവൻ ചോദിച്ചത് നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. കർത്താവ് പറഞ്ഞത് സ്വർഗത്തിൽ നിക്ഷേപം പ്രാപിപ്പാൻ നീ എന്ത് ചെയ്യണം എന്നാണ്. നോക്കണം, ആ മനുഷ്യൻ വളരെ ധനവാനാകിയാൽ ദുഃഖത്തോടെ മടങ്ങിപ്പോയി എന്നാ വായിക്കുന്നത്. ഹി വാസ് പൊസസ്ഡ് വിത്ത് പൊസഷൻസ്. വസ്തുവകകളാൽ ബന്ധിതരായിരുന്നു. അതുകൊണ്ട് അവയെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ അവന് സാധിച്ചില്ല. കൽപ്പനകളുടെ അനുസരണം കൊണ്ട് മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ന്യായപ്രമാണം ദൈവം ഇസ്രായേലിൽ നൽകിയത്. എന്നിട്ട് പറഞ്ഞു, അത് ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കും. പക്ഷെ അതുമൂലം ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. അതുകൊണ്ടല്ലയോ പൗലോസ് പറഞ്ഞത്, ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതിക്കപ്പെടുന്നില്ല. അവ കൽപ്പനയുടെ പ്രമാണങ്ങൾ കൊണ്ട് ഒന്നും തന്നെ മനുഷ്യന് ആത്മരക്ഷ നേടുവാനായിട്ട് സാധിക്കത്തില്ല.
അങ്ങനെ സാധിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ പാപിയെ സൗജന്യമായി വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ ദൈവം പ്രസാദിച്ചത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചിട്ട് അത് കൽപ്പനകളും പിന്നെ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തോടെ കൂട്ടിക്കുഴച്ച് ഒരാത്മരക്ഷ ഉണ്ടാക്കിയെടുക്കുകയല്ല. നേരെ മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സൗജന്യമായ നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും മനുഷ്യൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറയാൻ പൗലോസ് എഫേസ്യർ 2:8 ഉപയോഗിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണം അല്ല എന്ന് പറഞ്ഞാൽ രക്ഷ പ്രവൃത്തികളല്ല, മനുഷ്യന്റെ കൽപ്പന ആചരണത്താലല്ല, മനുഷ്യന്റെ കൽപ്പന അനുസരണത്താലല്ല, അവൻ കൃപയാൽ വിശ്വാസത്താലാണ് അത് പ്രാപിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമ്മളെ ഫിലിപ്പിയൻ കാരാഗൃഹ പ്രമാണിയുടെ രക്ഷയെ സംബന്ധിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ സ്വന്തം വാളിന്മേൽ വീണ് നിഹതനായി തീരുവാൻ താല്പര്യപ്പെടുന്ന ഈ മനുഷ്യനോട് പൗലോസ് പറയുകയാണ്, നീ നിനക്കായി ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ നിനക്കൊരു ദോഷവും വരരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവൻ ഈ വിറച്ച് ചാടി വിറച്ചും കൊണ്ട് അവന്റെ മുമ്പാകെ വീണു നിന്നിട്ട് അത് പറഞ്ഞു, യജമാന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദ്യത്തിന് പൗലോസ് പറഞ്ഞ മറുപടി വളരെ ശ്രേഷ്ഠമാണ്. പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കാൻ മനുഷ്യനുള്ള ഏക മാർഗം അല്ലെങ്കിൽ ഒരൊറ്റ മാർഗം അത് കർത്താവായ യേശു ക്രിസ്തുവിൽ പാപി വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യനെ കൊണ്ട് മനുഷ്യൻ പാപിയാകിയാൽ ഒരു കൽപ്പനയും ദൈവത്തിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ അവന് സാധിക്കത്തില്ല. കാര്യം മനുഷ്യൻ ബലഹീനനാണ്. റോമാലേഖനം 5 പറയുമ്പോൾ അഭക്തൻ, പാപി, ബലഹീനൻ, ദൈവത്തിന്റെ ശത്രു എന്നിങ്ങനെ 4 പ്രത്യേകതകളാണ് അവന്റെ ജന്മസിദ്ധമായ പ്രകൃതങ്ങളായി പൗലോസ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് ആ കൽപ്പനകളുടെ അനുസരണത്തിലൂടെ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന് പൂർണ്ണമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തന്റെ ഏകജാതനായ പുത്രനെ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു പാപി കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവന്റെ പാപകന്മഷങ്ങളെ ദൈവം ക്രിസ്തുവിൽ അവനോട് ക്ഷമിച്ചിട്ട് അവനെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് ദൈവഭവനത്തിന്റെ അംഗമാക്കി ജീവപുസ്തകത്തിൽ ദൈവം അവന്റെ പേരും എഴുതുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മിക്കവാറുമുള്ള ഈ കരിസ്മാറ്റിക് സഭാഭാഗങ്ങളിൽപ്പെട്ട നല്ലൊരു ശതമാനം ആളുകൾക്കും എന്താണ് ആത്മരക്ഷ എന്ന് അറിയാൻ വയ്യ. അവരെവിടുന്നൊക്കെയോ ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ വരുന്നു, സ്നാനപ്പെടുന്നു, സഭയോട് ചേരുന്നു, കൂട്ടം കൂടുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യം പറയുന്നു, സൺഡേ സ്കൂൾ നടത്തുന്നു, ഇങ്ങനെ പോകുന്നു. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ നിത്യമായ ശിക്ഷാവുന്ന വിടുതലാണ്. അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. മെനി ഓഫ് ദം ദേ ഹാവ് നോ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് ഈസ് സാൽവേഷൻ. അവിടെ എന്ത് ചെയ്യണം? രക്ഷ എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:12 കർത്താവ് ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ഇവിടെ ഈ കൽപ്പനയനുസരണം എന്ന് പറയുന്ന ഒരു പക്ഷേ സ്നാനമായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. വേദപുസ്തകം ബാപ്റ്റിസ്മൽ റീജനറേഷനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ ടീച്ചേഴ്സ് സാൽവേഷൻ ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്, അതായത് വിശ്വാസത്താൽ കൃപയാലുള്ള രക്ഷയാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സ്നാനപ്പെടുക കൂടെ വേണം എന്നുള്ള ഉപദേശം രക്ഷാശാസ്ത്രം എന്താണെന്ന് അറിയാൻ വയ്യാത്ത, വചനനിശ്ചയമില്ലാത്ത, ഉപദേശ ശുദ്ധിയില്ലാത്ത ആളുകളുടെ മണ്ടത്തിൽ പിടിച്ച ചിന്താഗതിയാണ്. ഗലാത്യരോട് അവര് ഈ ജുഡായിസേഴ്സ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വിശ്വസിക്കണം, ഒപ്പോൾ മോശയുടെ
അതിന്റെ പ്രകാരം പരിച്ഛേദനയും കൂടെ ഏൽക്കണം, എങ്കിൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ചിലർ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുവിനെ വിശ്വസിക്കണം, അപ്പോൾ തന്നെ കൽപ്പനയുടെ അനുസരണമായി നിങ്ങൾ ചെയ്യണം, സ്നാനപ്പെടുകയും ചെയ്യണം. അതിനൊരു വാക്യമുണ്ട്, കള്ളു കുടിക്കുന്നവനും വേദോസ്വതി വാക്യമുണ്ട്. തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനത്തിൽ പൗലോസ് തിമോത്തിയോസ് പറയുമ്പോൾ, മേലാൽ തുടർച്ചയായുള്ളതിന്റെ അജീർണ നിമിത്തം വെള്ളം മാത്രം കുടിക്കാതെ അവസാനം വീഞ്ഞും കൂടെ സേവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കാനാവിലെ കല്യാണം യേശു പച്ചവെള്ളത്തിലെ വീഞ്ഞാക്കിയപ്പോൾ വിരുന്നുവാഴികൾ പറഞ്ഞത്, ഇത് ആദ്യം കുടിച്ചതിനേക്കാൾ വീര്യമുള്ളതാണ് പറഞ്ഞ്. അപ്പൊ കുടിക്കാനും ബാക്കിയും വേദോസ്തലമുണ്ട്, അസ്ഥാനത്ത് വ്യാഖ്യാനിച്ചാൽ. പക്ഷെ ഇവിടെ മനസ്സിലാക്കുക, കർത്താവ് പറഞ്ഞെന്താണ്? കർത്താവ് പറഞ്ഞത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പാപിയുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയും അങ്ങനെ അവന്റെ പാപത്തിന് മോചനം നൽകുകയും അവൻ വിശ്വാസത്താൽ ദൈവമകനായി തീരുകയും ചെയ്യുമ്പോൾ ദൈവഭവനത്തിന്റെ അംഗമായി, അല്ലെ ഭവനത്തിലെ ശിശുവായി അവൻ ജനിക്കുന്നു. അങ്ങനെ ജനിക്കുന്ന ശിശുവിന്റെ പേര് ദൈവഭവനത്തിൽ എഴുതുകയും ചെയ്യുന്നു, അതായത് ജീവപുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്നു. മർക്കോസ് 16:14 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. ഈ വാക്യം ഉയർത്തിക്കൊണ്ട് വന്നിട്ടാണ് കൽപ്പനകളോട് അനുസരിക്കണം, എന്നാൽ മാത്രമേ രക്ഷിക്കപ്പെടൂ എന്നുള്ള വ്യാജോപദേശം പഠിപ്പിക്കുന്നത്. മർക്കോസ് 16:14 2 പിരിവുകളുണ്ട്. ഒന്നാം ഭാഗം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രണ്ടാം ഭാഗത്ത് എന്താണ് പറയുന്നത്? എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെല്ലാം രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചോ അപ്പോസ്തലന്മാർ അവിടെയെല്ലാം സ്നാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിട്ടുണ്ട്. അത് രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണെന്ന് പറയാനല്ല, മറിച്ച് ഒരുവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ പ്രകടനമാണ് വിശ്വാസ സ്നാനം. ആ നാളുകളിൽ ഒരാള് വിശ്വാസ സ്നാനത്തെ വരുമ്പോൾ അവനെ കാണുന്ന പബ്ലിക്കിനോട് അവൻ പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഞാൻ പൂർണ്ണമായി പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനെ ഞാൻ പരസ്യമായി സാക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ പരസ്യമായ സാക്ഷ്യമാണ് വിശ്വാസസ്നാനം. ഞങ്ങളാരും വിശ്വാസ സ്നാനം രക്ഷിക്കപ്പെട്ടവർ പ്രാപിക്കേണ്ടെന്ന് പഠിപ്പിക്കുന്നവരല്ല. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സ്നാനപ്പെട്ട് കർത്താവിനുള്ള അനുസരണത്തിന് മാതൃകയാകണമെന്ന്. എന്നാൽ ഇവിടെ രക്ഷിക്കപ്പെടുവാൻ സ്നാനം കൂടെ ആവശ്യമാണെന്ന് ഏതെങ്കിലും ഒരു വിപരീത ഉപദേശം പഠിപ്പിച്ചാൽ ആ വിപരീത ഉപദേശത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ക്രൂശിലെ കള്ളൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നീ ഇന്ന് എന്നോട് പറുദീസയിലിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷെ അവൻ സ്നാനപ്പെട്ടില്ല. കാരണം സ്നാനത്തിന്റെ കൽപ്പന കർത്താവ് നൽകുന്നത് തന്റെ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പാണ്. വേദപുസ്തകം അല്പമെങ്കിലും മനസ്സ് വെച്ച് വായിക്കണം. ഏതെങ്കിലും അങ്ങൊന്നും ഇങ്ങൊന്നും ഒന്നോ രണ്ടോ വാക്യം വായിച്ചേച്ച് ഇത് അതാണ് ഇതാണത്. പണ്ട് ആനക്കൊമ്പ് മോട്ടിച്ച ഒരു പയ്യനെ പോലീസ് പിടിച്ചിട്ട് 2 കൊമ്പല്ലേ ആനയ്ക്കുള്ളത്. അവനോട് ചോദിച്ചു, അവന്റെ കയ്യിൽ ഒരു കൊമ്പേ ഉള്ളൂ. അപ്പം മറ്റേ കൊമ്പയിടാ എന്തിയിടാ എന്ന് ചോദിച്ചു. പറഞ്ഞു, ആ കൊമ്പാണ് ഈ കൊമ്പ്. അപ്പൊ ഈ കൊമ്പ് ആ കൊമ്പാണ് ഈ കൊമ്പ്. ഇതാണ് എന്ന് പറഞ്ഞാൽ അറിയാമോ? രക്ഷിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയാവും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വിശ്വാസിയാണ് എന്ന് ലോകത്തോട് പരസ്യമായി സാക്ഷിക്കുന്ന കർത്താവിനുള്ള അനുസരണത്തിന്റെ അടയാളമാണ് വിശ്വാസ സ്നാനം. അത് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ചെയ്യണമെന്ന് ഞങ്ങളും പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ചില ബന്ധുക്കൂസുകാരും ചില കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട ആളും പറയുന്നത് അറിയാമോ? രക്ഷിക്കപ്പെട്ട ആണെങ്കിൽ നിശ്ചയമായി സ്നാനപ്പെടും, അല്ലെങ്കിൽ അല്ലാതെ രക്ഷിക്കപ്പെട്ട അല്ലെന്ന്. ഒരു 4, 3, 7 ബ്രദറുകാരും പിന്നെ ഈ പറയപ്പെടുന്ന പെന്തക്കോസുകാരും മാത്രമാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശികൾ. കർത്താവ് എന്താ പറഞ്ഞേ? ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ കടന്നിരിക്കുന്നു എന്നാണ് പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോട് യേശു പറഞ്ഞത്. അപ്പോഴ് രക്ഷിക്കപ്പെടുന്നവരെ, അത് ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ തോമസ് നാസ്തി അച്ഛാൻ, അത് പുള്ളിക്ക് രക്ഷയെക്കുറിച്ചൊന്നും അറിയാൻ പറ്റും. പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം എഴുതി, താങ്കൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് താങ്കൾക്കും ദൈവം തമ്പുരാനും മാത്രമേ എഴുതുള്ളൂ, താങ്കളുടെ ഭാര്യയ്ക്ക് പോലും എഴുതരുന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്കറിയാം. റോമാലേഖനം 8-ാം അധ്യായം, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവിധാനം നമ്മുടെ ആത്മാവുടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. 2, രക്ഷിക്കപ്പെട്ടതാണെന്ന് എന്റെ ഭാര്യയ്ക്കറിയാം, എന്റെ മക്കൾക്കറിയാം, എന്റെ അയൽവാസികൾക്കറിയാം, എന്നോട് സംസർഗം ചെയ്യുന്ന ആളുകൾക്കെല്ലാം അറിയാം, സ്വർഗത്തിലെ ദൂതന്മാർക്കറിയാം, കർത്താവിനറിയാം, പിതാവിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം. എങ്ങനെ അറിയാം? വൃക്ഷത്തെ
അതിന്റെ ഫലം കൊണ്ട് അറിയാം. രക്ഷിക്കപ്പെട്ടവൻ രക്ഷയുടെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം ഇത്യാദി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനാണ്. 2, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവൻ ചെയ്യുകയില്ല. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പേരിൽ കുറച്ച് അതും ഇതുമൊക്കെ പറയുന്നതാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് അമേരിക്കയിൽ ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിൽ കവലകളിൽ വെയിൽ കൊണ്ട് പാപികളോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുന്ന നമ്മുടെ തോമസ് മാത്യു അച്ചായൻ ഒരു കാര്യം ചെയ്യണം. കുത്തിയിരുന്ന് വേദപുസ്തകം വായിച്ച് എന്താണ് ആത്മരക്ഷ എന്ന് പഠിക്കണം. കുറഞ്ഞപക്ഷം യോഹന്നാന്റെ സുവിശേഷം 3 പ്രാവശ്യം വായിച്ചാൽ അത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം യേശുവിന്റെ അടുക്കൽ വന്ന ആ നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതൊരു പൊതുജനത്തിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് യേശു ക്രിസ്തു നിക്കോദിമോസിന് പറഞ്ഞത്. അവൻ പരീശനായിരുന്നു, പരീശന്മാരുടെ പ്രമാണിയായിരുന്നു, ഭക്തനായിരുന്നു, പ്രായമുള്ളവനായിരുന്നു. ഈ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. അപ്പോൾ പുതുതായി ജനിക്കുന്ന എപ്പോഴാണ്? ഒരുവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ്. എവിടെയാണ് വാക്യം? റോമാലേഖനം 10:9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വിടുവിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മനസ്സിലായോ? അപ്പൊ രക്ഷിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ വിശ്വസിക്കണം. ഇനി അതിന്റെ 14 വാക്യം വരുമ്പോൾ പൗലോസ് പറയുകയാണ്, കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. താങ്കൾ രക്ഷിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിശ്വാസത്താൽ വിളിച്ചപേക്ഷിച്ചാൽ മതി. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടത്. ഇന്ന് രക്ഷിക്കപ്പെടുന്നവരെല്ലാം അങ്ങനെ. ഞാനിപ്പോഴ് എന്റെ വീടിന്റെ അവിടുന്ന് വളരെ ബഹുദൂരത്തിലാണ്. ഇപ്പോൾ ഞാൻ എഴുതുന്ന വിഷയങ്ങള് ഒക്കെ കമന്റ് എഴുതുന്ന എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഫലസമർത്ഥമായ അമേരിക്കയുടെ ഊഷര ഭൂമിയിലിരുന്ന് സർവ്വസമ്പന്നതയും സുഖസൗകര്യാദികളും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കോട്ടിട്ട് പ്രസംഗിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇന്നലെ രാവിലെ എഴുതി, സ്വന്തം ദേശത്ത് ഉള്ള സഭയുടെ മുമ്പാകെ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ചിലർ വണ്ടമ്പതാലിലും കാഞ്ഞിരപ്പള്ളിയിലും പ്രസംഗിക്കുന്നത്. താങ്കളെപ്പോലെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു. സൂട്ടിനകത്ത് കയറി അവിടെ ഇരുന്ന് ഈ സുഖലോലുപതിയിൽ ജീവിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ അബദ്ധോപദേശങ്ങൾ പഠിപ്പിക്കുന്ന ജോലിയല്ല എന്റെ ജോലി. എന്റെ ജോലി രാവും പകലും വെയിലും കൊണ്ട് കർത്താവിന് വില ചെയ്യുന്നതാണ്. ഞാൻ വണ്ടമ്പതാലിലും കാഞ്ഞിരപ്പള്ളിയിലും 8 സ്ഥലത്ത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8:30 വരെ പ്രസംഗിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ 11:30 കഴിഞ്ഞ ബുധനാഴ്ച വന്ന ശേഷം ഇന്നാണ് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ. കാര്യം അതുവരെ എനിക്ക് ചെസ്റ്റ് കൺജഷനായി വെയിൽ കൊണ്ടിട്ട് വളരെ ശക്തമായി 39 ഡിഗ്രി വെയിലായി. ഇവിടെ ശക്തമായി വെയിൽ കൊണ്ടിട്ട് എന്റെ നെഞ്ച് അടച്ച് ഇപ്പോഴും ശബ്ദം ശരിയായിട്ടില്ല. കഫക്കെട്ടുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ ശുശ്രൂഷ ചെയ്ത് താങ്കളെ പോലെയുള്ള ആളുകളുടെ ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന കാശ് വാങ്ങിച്ചല്ല, എന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ പുസ്തകം തർജ്ജമ ചെയ്തുമൊക്കെ ജീവിക്കുന്ന എന്റെ കയ്യിലുണ്ട്. ഇവിടെ തന്നെ ഞാൻ ഈ 8 പ്രാവശ്യം പ്രസംഗിച്ചേച്ച് വന്നിട്ടും എന്നോട് ആരും ചോദിച്ചില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കോട്ടിനകത്ത് കയറിയിരുന്നുകൊണ്ട് നാട്ടിൽ വെയിലുകൊണ്ട് സുവിശേഷ വിലയുന്നവനെ ആക്ഷേപിക്കാൻ നടന്നാൽ അതിന് തക്കതായ മറുപടി തക്ക സമയത്ത് പറഞ്ഞിരിക്കും. ഞാൻ എല്ലാ ആളുകളെയും പോലെയല്ല, വ്യത്യസ്ത ജീവിതം കൊണ്ട് കർത്താവിനെ സാക്ഷിക്കുകയും കഠിനാധ്വാനം ചെയ്ത് സുവിശേഷ വേല ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. മനസ്സിലായോ? പിന്നെ കോട്ട് ഇട്ടുകൊണ്ട് നാളെ താങ്കൾ ഈ അച്ചായനെ, വിവരമില്ലാത്ത അച്ചായനെ എഴുതി കോട്ട് അദ്ദേഹം ഇട്ടുകൊണ്ട് എന്റെ കുശുമ കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കോട്ടിടുന്ന ഈ അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഞാൻ കോട്ട് അതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്, ടൈയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ട് എന്റെ വീട്ടിൽ കോട്ട്. പക്ഷെ 39 ഡിഗ്രി ചൂടിനകത്ത് വീർത്തുലിക്കുന്നിടത്ത് കോട്ടിട്ട് പൊങ്ങച്ചം കാണിക്കുന്നതല്ല ഞാൻ. മനസ്സിലായോ? എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് ടീഷർട്ട് പോലും ഇട്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഞാനിപ്പോൾ അവിടുന്ന് 4.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ തൂക്കുപാലത്ത് വന്നിരിക്കുകയാണ്. അപ്പം നാണമുണ്ടെങ്കിൽ പറയുമോ, ഈ അവിടെ നാട്ടിൽ സുവിശേഷ വില ചെയ്യാൻ പറ്റുന്നുണ്ടായ ചിലര് കാഞ്ഞിരപ്പള്ളിയിലും വണ്ടമ്പതാൽ നടക്കുന്നത്.
താങ്കൾ സുവിശേഷനുള്ളവരാണെങ്കിൽ അമേരിക്കയിലെ AC-ക്കകത്തിരുന്ന് നാട്ടുകാരോട് അബദ്ധോപദേശങ്ങൾ പറയുന്നത് നിർത്തിയിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഈ തെരുവോരങ്ങളിൽ നിന്ന് വെയിൽ കൊണ്ടുനിന്ന് 2 പ്രാവശ്യം കർത്താവിന്റെ തന്നെ വിറയ്ക്കും പ്രസംഗിക്കാൻ. ഇവിടെയുള്ള സുവിശേഷ വിരോധികളുടെ മുമ്പാകെ നിന്നുകൊണ്ട് ഇതുപോലെയുള്ള അബദ്ധോപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുപറിക്കാൻ ചങ്കൂറ്റവും ദൈവകൃപയും വേണം. ശരിയായി രക്ഷിക്കപ്പെട്ടവന് മാത്രമേ ആത്മഭാരം ഉണ്ടാകുകയുള്ളൂ. അറിയാവോ, നിങ്ങളുടെയൊക്കെ പരിപാടി ചോദിച്ചാൽ കുളത്തിലെ മീൻപിടുത്തം പോലെ എവിടെയെങ്കിലും ഒരു സഭ തല്ലിക്കൂട്ടുക, അവരുടെ സ്വോത്രാഴ്ച വാങ്ങിക്കുക, ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കുക, ഇത് വാങ്ങി ഇല്ലാത്ത അനാഥശാലയുടെ ഇല്ലാത്ത വാർദ്ധക്യ സ്ഥലത്തിന്റെ പേരിൽ കാശുണ്ടാക്കുക, എന്നിട്ട് അതുകൊണ്ട് സുഖലോലുപരാ ജീവിക്കുക. കർത്താവിന്റെ വേല സ്വന്തം അധ്വാനം കൊണ്ട് ചെയ്യുന്ന, വെയിലും മഞ്ഞും കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിത്യം അപലപിക്കുക. ആദ്യം രക്ഷിക്കപ്പെടണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടാത്ത താങ്കൾ രക്ഷ എന്താണെന്ന് അറിയാൻ വയ്യാത്തന്നെ ഞാൻ രക്ഷയെക്കുറിച്ച് സന്ദേശം പറയുമ്പോൾ അതിനെ അപലപിച്ച് എഴുതിക്കൊണ്ടിരുന്നാൽ പിന്നെ ഈ ഈനാം ജാജിന് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ പുതുക്കുടിയും കൂടെ താങ്കൾക്ക് കൂട്ടായി വന്നിട്ട് എഴുതാൻ വേണ്ടി. അത് പിന്നെ പോട്ട് ഞങ്ങൾ പണ്ടേ തള്ളിക്കളഞ്ഞ കാര്യമാണ്. അറിയാമോ? കാര്യം ഇപ്പൊ ഇത് എന്നെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കുക, അതിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ വലിപ്പവും മുഴുപ്പവും ഒന്നും നോക്കാറില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ വിവരം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പറയുമോ, ഞാൻ മലയാളിയായ താങ്കൾ മലയാളത്തിൽ അവിടെ പോയിരുന്ന ഈ അമേരിക്കയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മലയാളിയോട് പ്രസംഗിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പഠിക്കണ്ടേ? ചുമ്മാ പ്രസംഗിക്കാനും പോകും. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗിക്കും. അതിനെ പഠിക്കണം. അല്ല സാരി വിസായി അവിടെ പോയി താമസിച്ചിട്ട് ഈ AC-ക്കകത്തിരുന്നാൽ പഠിച്ചു. ടൈറ്റസ് AC-ക്കകത്തല്ലിരിക്കുന്നത് 39 ഡിഗ്രി. എന്റെ ലൈബ്രറി റൂമിനകത്ത് AC ഇല്ല. ഒന്നാമത് AC വെച്ചാൽ കറണ്ട് ബില്ല് കൊടുക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞാൻ AC ഉപയോഗിക്കാറില്ല. അപ്പം പിന്നെ ആരോടെങ്കിലും എനിക്ക് AC വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതാറുമില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടില്ല എനിക്ക് AC വേണമെന്നുണ്ട്. എന്റെ റൂമിനകത്തിരുന്ന് ഞാൻ 40 മിനിറ്റ് ഒരു ലൈവ് കഴിച്ചിറങ്ങുമ്പോൾ 3 മണിക്കൂർ തൂമ്പായ കൊണ്ട് കിളച്ച പോലെ വിയർക്കും എന്നെ. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാനൊരു ബടതരംഗാരനാണ്. ദൈവവചനം പഠിക്കുന്നവനാണ്. ദൈവവചനം വ്യക്തമായി പഠിക്കുന്നവനാണ്. വേദപുസ്തകത്തിലെ അഹങ്കാരം പറയാൻ 66 പുസ്തകങ്ങളിൽ നിന്ന് വേർപെട്ട ദൈവജനത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാന ശില ഒരു കുറിപ്പും കൂടാതെ വിശുദ്ധ വേദപുസ്തകം മാത്രം വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നവനാണ് ഞാൻ. ഇന്ന് വരെ അങ്ങനെ ചെയ്തത്. എന്റെ കയ്യിൽ എന്റെ ബൈബിൾ വരയില്ല, കൊരയില്ല, എനിക്ക് നോട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ എന്നെ നോട്ട് വെച്ച് പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ് കണ്ടിട്ടുണ്ടോ? ഞാൻ എടുക്കുന്ന ഒരു സബ്ജക്റ്റിനും ദൈവസഭയെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ ഭാവി വിഷയങ്ങളെ സംബന്ധിച്ചോ ഏത് വിഷയം എടുത്താലും ഞാൻ അത് നോട്ട് വെച്ചുകൊണ്ടല്ല എടുക്കുന്നത്. എനിക്ക് എന്റെ ബൈഹാർട്ടഡ് ഇറ്റ്. ഞാൻ നന്നായി പഠിച്ചിട്ടാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. ഇത് ചെയ്യാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് പറയുമ്പോൾ അതിനകത്തൊരു കമന്റ് ഇട്ടാൽ കമന്റ് വിവരമുള്ള കമന്റ് ഇടണം. പണ്ട് മാർക്ക് ക്രിസോസ്റ്റം തിരുമേനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് ജീവിച്ചു പറഞ്ഞു. അദ്ദേഹം ഫലം പറഞ്ഞ ആളായിരുന്നു. ഈ സകല കൃപാവരും പറയുന്നവരാണ് പെന്തക്കോസ്തുകാർ. പക്ഷെ എല്ലാ കൃപാവരങ്ങളിലും ശ്രേഷ്ഠമായ ഒരു വരമുണ്ട്. അതിന്റെ പേര് വിവരമെന്നാണ്. അതില്ലെങ്കിൽ പിന്നെ ഏത് കൃപാവരം ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ലെന്ന് പറയും. അപ്പൊ കുറഞ്ഞ പക്ഷം ഈ കോട്ടിട്ടുകൊണ്ട് വന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നതിനകത്ത് മുമ്പ് മറ്റുള്ള ദൈവവചനത്തിലെ സത്യം പറയുന്നവനെ അപലപിക്കുന്നതിന് മുമ്പ്, സാത്താൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, പിശാചിന്റെ വേലക്കാരെന്ന് പറയുന്നതിന് മുമ്പ് താങ്കൾ ചെയ്യേണ്ടത് രക്ഷ എന്താണെന്ന് ആദ്യം പഠിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ആദ്യം മാനസാന്തരപ്പെട്ട് പാപബോധമുണ്ടായി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയെ തീരുക. അങ്ങനെ ആയി തീർന്ന ശേഷം വേണം ഈ ദൈവവചനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. ഇന്ന് വരെയും താങ്കളുടെ എഴുത്തുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേക്ക് ആത്മരക്ഷ എന്താണെന്ന് ഒന്നും അറിയാം. അഞ്ജനം എങ്ങനെ ഞാൻ അറിയും, മഞ്ഞത് പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ആത്മരക്ഷയെക്കുറിച്ച് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രായത്തെ ബഹുമാനിച്ച് എനിക്ക് 10-65 വയസ്സുണ്ട്. എന്നെക്കാട്ടി ഒരു 5-8 വയസ്സെങ്കിലും കൂടുതൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളൊക്കെ എന്നെ പഠിപ്പിച്ചത് പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കണമെന്നാണ്. അത് ഞാൻ വേറെ പടതലുകാരനാകുന്നതിന് മുമ്പും ബഹുമാനിക്കുമായിരുന്നു. ഉദാഹരണവും പറയാം. ഞാൻ ഒരിക്കൽ ഗാന്ധിധാമിൽ നിന്ന് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്റെ AC ക്ലാസ്സിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്ലീപ്പർ ബുക്ക് ചെയ്ത് ഞാൻ യാത്ര ചെയ്യുകയാണ്. എറണാകുളത്ത് വന്നപ്പം ഈ AC-ക്കകത്തെല്ലാം ഇടിച്ചു കയറിയ ആളുകൾ, 1 ഇഞ്ച് സ്ഥലമില്ലാതെ.
അപ്പം അവിടെ അത് കയറാൻ അങ്ങനെ അവർക്ക് കയറാൻ AC സ്ലീപ്പറിനകത്ത് കയറാൻ അവകാശമില്ല. എന്നാലും അവർ ടിക്കറ്റ് എടുത്ത് കയറി. കയറിയപ്പോൾ ഞാനറിയാം ഒരു പ്രായമുള്ള ആള്, അദ്ദേഹം ഒരു സീനിയർ മോസ്റ്റ് ആണ്, ഒരു 78 വയസ്സെങ്കിലും കാണും. ഞാൻ എറണാകുളത്ത് നിന്ന് എൻ്റെ സീറ്റ് എഴുതിന് ശേഷം ബി സീറ്റഡ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇരിക്കാൻ വിസമ്മതിച്ചു. ഞാൻ വീണ്ടും പറഞ്ഞു പ്ലീസ് ബി സീറ്റഡ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്ന ആളല്ല, എനിക്ക് ആലുവയിൽ ഇറങ്ങാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു ബി സീറ്റഡ്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. ഞാൻ അവിടെ മുതൽ ചെങ്ങുന്നവരെ നിന്നു. അദ്ദേഹം ആലുവയിൽ ഇറങ്ങി പിന്നെ അടുത്ത ആൾ വന്നപ്പോൾ ഞാൻ അവിടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ആ മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ അതൊരു ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി റിട്ടയർമെന്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞറിയാമോ, ഈ കാലത്ത് സാധാരണ ആരും അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാറില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് വിഷയം പറഞ്ഞു, ഞാൻ മാർത്തോമായിലാണ് ജനിച്ചു വളർന്നത്, അവരുടെ സൺഡേ സ്കൂളിലാണ് പഠിച്ചത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം എന്ന് അന്നേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രായത്തെ ബഹുമാനിക്കുന്നു, നരച്ച തലയെ ബഹുമാനിക്കുന്നു. കാശ് കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്താണെങ്കിലും ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങ് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷമായി ഇരുന്നു. അപ്പം ഈ അച്ചായനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നറിയോ പ്രായത്തെ. പക്ഷെ അച്ചായന്റെ വിപരീത ഉപദേശത്തെ നഖശിഖാതെ എതിർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ രഹബയാം പറഞ്ഞ പോലെ ഞാൻ ഈ ഉപദേശ വിഷയത്തിൽ പറയുന്നത്, അതായത് എന്റെ അപ്പൻ നിങ്ങളെ ഇത്രയും വലിയ കാര്യത്തിന്റെ ഈ ടാക്സ് കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ തേളുകളെ കൊണ്ട് ദണ്ഡിപ്പിക്കും. എന്റെ അണിവരൽ അപ്പന്റെ അരയേക്കാൾ വലുതാന്ന് പറഞ്ഞ പോലെ വിപരീത ഉപദേശം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച് ദൈവത്തിന്റെ പുത്രന്റെ ക്രൂശിലെ മരണ മുഖാന്തരം പാപിയായ മനുഷ്യന് ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്ന നിത്യരക്ഷയും നിത്യജീവനും അത് കൃപയാലും വിശ്വാസാലുമല്ല പ്രവൃത്തിയാലും കൂടെയാണെന്നുള്ള വിപരീതോഷം പഠിപ്പിച്ചാൽ നാഗശികാന്തം ഞാൻ മറുപടി പറയും. ദൈവം എനിക്ക് പ്രാപ്തി തരുന്നത് അതിനാ എന്നെ ദൈവം തമ്പുരാൻ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ നിയോഗമാണ്. ഓരോ വ്യക്തികളും കാലത്തിന്റെ ഓരോ നിയോഗങ്ങളായി ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്നെ ദൈവം വിട്ടിരിക്കുന്നത് ഏത് വിപരീത ഉപദേശം പറയുന്നവൻ ഉണ്ടോ ആ വിപരീത ഉപദേശത്തെ ദൈവം എന്നോട് ഖണ്ഡിക്കുക. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. എൻ്റെ ആ പ്രധാന ജോലിയിലെ മറ്റൊരു വിഷയമാണ് രക്ഷയുടെ ഭദ്രതയെ ശപിക്കുന്ന ഏവനോടും ദൈവത്തിന്റെ വചനം പ്രോമിസ് ചെയ്യുന്ന രക്ഷ ഭദ്രമാണെന്ന് പഠിപ്പിക്കുക. പിന്നെ സുവിശേഷം യാതൊരു വലിപ്പച്ചെറുപ്പ് വ്യത്യാസവും ഇല്ലാതെ എനിക്കും എയർ ടൈറ്റ് ആയിട്ടുള്ള എയർ കണ്ടീഷൻ റൂമിനകത്തിരുന്നുകൊണ്ട് പ്രസംഗിക്കുകയോ ആണ്ടിലൊരിക്കൽ കിടന്ന കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വേറെ യാതൊരു കറക്ഷനും പറയാതെ പ്രമാണപ്പെട്ട ആൾക്കാർക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് മൂക്കിൽ വിരൽ തള്ളിയിരുന്നാൽ ഞാനും ഇവിടുത്തെ കൺവെൻഷൻ സ്പീക്കർ ആകേണ്ട കാലം പണ്ടേ കഴിഞ്ഞിരുന്നു. എനിക്ക് അതല്ല വിഷയം. എന്നോട് സുവിശേഷം പറഞ്ഞു എന്റെ ഗുരുനാഥനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ ആസിയയിലും ബിഥുനിയയിലും കപ്പദോക്യയിലും ഫിലിപ്പിയയിലും എഫേസോസിലും അവിടെ എവിടെയെല്ലാം കവലകളിലും ചന്തയിലും ഒക്കെ ആയിരുന്നു സുവിശേഷം പറയുന്നത്. അപ്പൊ എനിക്ക് പിന്നെ വല്ല പള്ളുണ്ടോ പറയാൻ? ആളെ കൊണ്ട് എനിക്ക് പരസ്യമാവും. അപ്പൊ ഞാന് അതിന് ഒരു ഭള്ളുമില്ലാതെ കർത്താവിന് വേണ്ടി കവല നിന്ന് വെയിൽ കൊണ്ട് സൂക്ഷിക്കും. അവൻ മേലാൽ AC-ക്കകത്തിരുന്നുകൊണ്ട് കോട്ട് വിട്ടുകൊണ്ട് വെയിലും കൊണ്ട് ഞാൻ സുവിശേഷ വില ചെയ്യുമ്പോൾ എന്നെ അപലപിക്കാനായിട്ട് വരരുത്. ഞാൻ പറയുന്ന ആശയത്തെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്റെ വ്യക്തിത്വത്തെ അപലപിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അത് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളോട് പറയുകയാണ്. അത് ചെയ്യുക. പിന്നെ താങ്കളുടെ ഇന്ന് വരെയുള്ള ഒരൊറ്റ ക്ലാസ്സിലും ഒരു എഴുത്തിലും ദൈവവചനത്തോട് പുലബന്ധമെങ്കിലും പുലർത്തുന്ന ഒരു സെന്റൻസ് ഇന്ന് വരെ ഞാൻ കണ്ടില്ല. ഞാനെന്നല്ല, വേറെ ആരും കണ്ടില്ല. അത് ആ കണ്ടുള്ള പുതുക്കുടി മാത്രമേ ഉള്ളൂ. അല്ല പുതുക്കുടി പിന്നെ ഒഴുക്കുടിക്ക് ഒടുവിൽ അത് പറഞ്ഞെന്ന് വരാം, അതറിയാമോ? അത് പിന്നെ ഞാൻ അതിനെ ആ നിലയിലേ വകവെക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ദൈവകൃപയെ അനാവൃതമാക്കിയ ഒരുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഞാൻ ലൈവിൽ വന്ന് ദൈവവചനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്കറുള്ളതായിട്ട് കാണുന്നത്. ഒന്ന് പുതുക്കുടി, പിന്നെ കുറെ ചെറുപ്പക്കാരൻ, ഞങ്ങൾക്ക് 60 വയസ്സൊക്കെ കാണുള്ളൂ. അച്ചായന് അല്പം കൂടെ പ്രായമാണ്. അതുകൊണ്ട് അല്പം കൂടെ ഈ ഓടി കമന്റ് ഇടുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. നല്ലതാ പ്രായമൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഈ ഞങ്ങളോടൊന്നും രക്ഷയുടെ ഭദ്രതയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞല്ലോ, ആരെ ഇഞ്ച് വിട്ടുതരുന്ന പാർട്ടികളല്ല. ഏത് മാർഗം? ഞാൻ ചോദിച്ചല്ലോ ഒരു ചോദ്യം, അങ്ങ് പറഞ്ഞ ഉത്തരം ലോകത്തിലെ മണ്ടശിരോമണികൾ പോലും പറയാത്ത ചോദ്യം. അതായത് പിസ്കയുടെ മുകളിൽ വെച്ച് മരിച്ചു മാറ്റപ്പെട്ട മോശ മരുഭൂമിയിൽ പട്ടുപോയ 5,99,998 പേരിൽ ഒരുവനായിരുന്നല്ലോ. ആ മോശ പിന്നെ എങ്ങനെയാണ് മറുമലയിൽ ക്രിസ്തുവിന് പ്രത്യക്ഷനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോശ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, പിന്നത്തിൽ അനുദപിച്ച് കാണുമെന്ന്.
എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ആ ഉത്തരം? മണ്ടത്തരം ഇങ്ങനെ പഠിപ്പിച്ചും മണ്ടത്തരം വിശ്വസിച്ചും ആളുകളെ മണ്ടന്മാരാക്കുന്ന ആളുകൾ. ചുണയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാ, കേരളത്തിലോട്ട് വാ. ഞങ്ങളുടെയൊക്കെ കൂടെ കവലെ നിന്ന് നാട്ടുകാരോട് പ്രസംഗിക്കുക. പിന്നെ അല്ലാതെ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് AC കകത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് വെയിൽ കൊണ്ട് തീർച്ചയായിട്ടും പ്രസംഗിക്കുന്നവനെ അപലപിക്കുന്നതാണോ ആത്മീയത്വം? അതൊക്കെ ഒരു പരിധി വരെ ഞങ്ങളൊക്കെ സഹിക്കും. പിന്നെ പരിധി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മറുപടി പറയും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെടുക, രക്ഷയ്ക്കുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു കൂടി ഉള്ള രക്ഷ വിശ്വസിച്ചവന് നിത്യജീവനാണ്. പിന്നെ വിശ്വസിക്കാത്തവന് അത് നാശവും. രക്ഷയുടെ ഭദ്രത ബ്രദറുകാരുടെ ചട്ടിക്കകത്തുനിന്ന് വിളമ്പുന്ന ഉപദേശമാണെന്നാണ് നിങ്ങൾ ചില ആൾക്കാർ പറയുന്നത്. ഞാൻ ബ്രദറൻ ആരാധന സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ വേറെ ബ്രദറുകാരോട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിലനിന്ന് പോകുന്നു. കാര്യം എനിക്ക് എന്റെ ആത്മസ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ കഴിയുന്ന ലോക ചരിത്രത്തിലെ ഏക സഭാവിഭാഗമാണിത്. അതുകൊണ്ട് ഞാൻ നിന്ന് പോകുന്നു. ഞാനിവിടെ എന്റെ മേലെ കുതിര കയറാൻ ഇവിടെ പ്രമാണിമാരാരുമില്ല. അഥവാ പ്രമാണിമാരുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പ്രമാണിമാരെ ആരെയും അംഗീകരിക്കാറില്ല. കാര്യം പ്രമാണികളില്ലല്ലോ, പിന്നെ എങ്ങനെ അവരെ അംഗീകരിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിന് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ ഞാൻ വിധേയപ്പെട്ട് സ്വതന്ത്രമായി കർത്താവിന്റെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അല്ല, ഞാൻ ആദ്യം ഒരു സംഘടനയുടെയും ഒരു നേതാവിന്റെയും പിന്നെ ഒരു പ്രസ്ഥാനത്തിന്റെയും അമേരിക്കൻ ഏജൻസിയുടെയും ഒന്നും ആളല്ല. അറിയാവോ? ഞാൻ ആരുടെയും ഡോളറും വാങ്ങിക്കാറില്ല. അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം, ഞാൻ ഒരു ബ്രദറുകാരനാണ് എന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നു. ഞാൻ ഇനി അന്ത്യം വരെ അങ്ങനെ തന്നെ പറയുന്നേ. രണ്ട്, ഞാന് രക്ഷയുടെ ഉപദേശത്തിന്റെ സ്ഥിരത പഠിച്ചത് ഞാൻ ദൈവവചനത്തിൽ നിന്നാണ്. എന്റെ ദൈവത്തിന്റെ ഫോഷ്ക്ക് പറയാത്ത വിശ്വസ്തനായ ദൈവമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, നീ രക്ഷിക്കപ്പെട്ട നിന്റെ നിത്യത ഉറപ്പാണെന്ന്. അല്ലാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ സ്റ്റുഡിയോയ്ക്കകത്ത് വന്നിരുന്നേച്ച് വലിയ ബാനറും വെച്ച് കെട്ടിക്കൊണ്ട് ഓവർകോട്ട് ഇട്ടുകൊണ്ട് മണ്ടത്തിനും പറയുന്ന ആൾക്കാരല്ല പറയുന്നത്. എന്റെ കർത്താവ് എന്ന് പറഞ്ഞ് നീ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും ആരും ഒരു നാൾ മരിക്കരുതെന്നും പറഞ്ഞ കർത്താവാണ്. എനിക്ക് എന്റെ കർത്താവിനെ വിശ്വസിച്ചാൽ മതി. ഞാനത് വിശ്വസിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ 1 മണിക്കൂർ ലൈവിൽ ജോയിൻ ചെയ്യും. അപ്പൊ രക്ഷ ഭദ്രമാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നന്നായി വെളിപ്പെടുത്തി പറഞ്ഞുതരാം. അപ്പൊ അതിനുള്ള ധൈര്യം ഇല്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഈ പല ആളുകൾ ഇവിടെ കമന്റ് ഇടുന്ന നഷ്ടവാദികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആർ യു വില്ലിംഗ് ടു കം വിത്ത് മീ ഓൺ എ ലൈവ്? അപ്പോൾ ഓരോ പറയും അച്ഛൻ്റെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട് അങ്ങനെ ഇരിക്കാതിരിക്കുന്നില്ല, മറ്റേയാണ് മറിച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞോടുക. ഇതൊക്കെ അങ്ങ് തന്നെത്താൻ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ദൈവവചനം കൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ കരിമ്പം കാട്ടി കുറുക്കൻ തല കാണിച്ചിട്ട് ഓളിയിട്ടേച്ച് ഓടുന്ന പോലെ ഓടുകയുള്ളൂ, ഒരു രക്ഷയില്ല. അതാദ്യം മനസ്സിലാക്കണം. വിശ്വസിക്കുന്നുവോ നീ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു. നീ രക്ഷിക്കപ്പെടുവോ എന്നേക്കുമായി നിന്റെ രക്ഷ സ്ഥിരമായിരിക്കുന്നു. നിന്റെ രക്ഷ എന്റെയും കയ്യിലല്ല, എന്റെ രക്ഷ എന്റെ കർത്താവിന്റെ കയ്യിലാണ്. അവിടെയാണ് യൂദ 24 പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവന് എന്നാ കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഞാൻ കർത്താവിന്റെ കയ്യിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ സുരക്ഷിതനായിട്ടിരിക്കുകയല്ല. എന്റെ കർത്താവിന്റെ കരങ്ങൾ കൊണ്ട് അവൻ എന്നെ ബലിഷ്ഠമായി പിടിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന്. അപ്പൊ ഒരു നാളും കൈവിടുകയില്ലെന്ന് എന്നോട് പറഞ്ഞ എന്റെ കർത്താവ് എന്റെ രക്ഷ അവന്റെ കയ്യിലാണെന്നും അവന് ഒരു നാളും എന്നെ കൈവിടുകയില്ലെന്നും പറയുമ്പോൾ പിന്നെ അങ്ങും ഇങ്ങി ഇരുന്നുകൊണ്ട് വേദോത്സവം അറിയാൻ വയ്യാത്ത, രക്ഷിക്കപ്പെടാത്ത, പാവമോചനം പ്രാപിക്കാത്ത ആത്മരക്ഷ എന്താണെന്ന് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ വന്നുകൊണ്ട് നഷ്ടപ്പെടും പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുമായിരിക്കും, ഞങ്ങളുടെ ആരുടെയും രക്ഷ നഷ്ടപ്പെടുകയില്ല. അറിയാവോ? രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷയാണ് നഷ്ടപ്പെടാത്തത്. രക്ഷിക്കപ്പെടാത്തവന് പിന്നെ രക്ഷയില്ല, അവൻ നഷ്ടപ്പെട്ടവൻ തന്നെ. അതാണ് എന്റെ വിഷയം. പിന്നെ വിചിത്രമായ വേറൊരു ഉപദേശമാണ്, അങ്ങനെ രക്ഷിക്കപ്പെട്ട രക്ഷ നഷ്ടപ്പെടുകയില്ല, എന്നാൽ ഒരുത്തരം സ്വയമായി നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന്. അതങ്ങനെ നോക്കുന്നത്? കർത്താവിന്റെ രക്ഷിക്കപ്പെട്ടവൻ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്ന് വേദോസം പറയുക. അപ്പോൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകാൻ പറ്റുമെന്ന് അതാ പറയുന്നത്. ലോകത്തിലായാലും അങ്ങനെ പോവോ? ചാടിപ്പോവോ? കർത്താവിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകാൻ പറ്റുമോ? കർത്താവിന്റെ കയ്യിലായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിന്റെ ഒരു അവയവമായി കൂടെ ഞാൻ മാറ്റപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണ്. രക്ഷിക്കപ്പെട്ട ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഞാൻ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ, മാർമിക സഭയുടെ
ഒരവയവവും കൂടിയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ തലസ്ഥാനത്ത് തന്നെ പറിച്ചു മാറ്റാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു കാൽവിന്റെ ഉപദേശം എങ്ങാണ്ട് കിടന്ന ഫ്രഞ്ചുകാരനായിരുന്ന ദുരുപദേശവും കാൽവിനും ഞാനുമായിട്ട് എന്ത് ബന്ധം? എനിക്ക് എന്റെ കർത്താവിന്റെ ഉപദേശമല്ലേ പറഞ്ഞു, കർത്താവല്ലേ പറഞ്ഞേ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്ന കർത്താവ് പറഞ്ഞാൽ പിന്നെ കാൽവിന്റെയും പിന്നെ മാർവിന്റെയും പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? വേദോത്സവമായിട്ട് എന്റെ ഇരിക്കുന്ന വേദോത്സവം 66 പുസ്തകമുണ്ട്, വിശുദ്ധ വേദോത്സവം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയ വേദോത്സവം. അതാണ് എന്റെ ഇരിക്കുന്നത്, അതാണ് ഞാൻ വായിക്കുന്നത്, അതാണ് ഞാൻ പഠിക്കുന്നത്, അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നീ രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ ഭദ്രമാണ്. അവന് രക്ഷിക്കപ്പെട്ടവർ ചാടിപ്പോകാനൊന്നും പറ്റുകയില്ല, എങ്ങും പോകാനൊക്കുകയില്ല. പിന്നെ അടുത്ത ആരോപണം, വ്യഭിചാരം ചെയ്താലും സ്വർഗത്തിൽ പോകുന്നവന്. എത്രയോ വ്യഭിചാരികളായ ഭാഷന്മാരെ എനിക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ആ ഭാഷന്മാരുടെ കാര്യം കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ എന്നെ ഊഷിൽ വിളിച്ചു. ഒരു പാസ്റ്ററുടെ മകളാ, പുറത്ത് പറയാൻ പ്രയാസമാണ്. അവിടെ വിവാഹം കഴിച്ചു വിട്ടാ ഭർത്താവിനെ ഇട്ടേച്ച് മതിലി ആടാൻ പോയി. ഭർത്താവ് ഇപ്പൊ ആകാൻ പോയിരിക്കുകയാണ് ഉപേക്ഷിക്കാൻ വേണ്ടി. അപ്പൊ എന്നെ ഒന്ന് ഇടപെടാൻ വേണ്ട. ഞാനെങ്ങനെ ഈ നാരിക കാലത്തിൽ ഇടപെടുന്നത്? അപ്പൊ ഇതുപോലെ അപ്പൊ അങ്ങനെയുള്ളവരുടെ രക്ഷയും കണ്ടിരിക്കും. ഞങ്ങളാരും രക്ഷിക്കപ്പെട്ട ഒരു വ്യഭിചാരം ചെയ്യാനും എവിടെയെങ്കിലും പെണ്ണുങ്ങളുണ്ടോന്ന് അന്വേഷിക്കാനും മതിലിയാടാനും ഒന്നും പോകുന്ന ആളുകളല്ല. ഞാനൊന്നും പോകാറില്ല. എന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ പോകാറില്ല. മറ്റൊരു കാര്യം എനിക്കറിയാൻ വയ്യ. പിന്നെ രക്ഷിക്കപ്പെട്ടവന് അവൻ ജഡശരീരത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യാൻ സാധ്യതയുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ വീഡിയോയിൽ പറഞ്ഞു, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ പാപത്തിൽ രസിച്ച് തുടരുകയില്ല. അബദ്ധവശാൽ അവന്റെ ജീവിതത്തിൽ പാപം സംഭവിക്കാം, എന്നാൽ അതേ പാപത്തിൽ അവൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരുവനെ ഒരു ഗ്ലാസ് മദ്യം കുടിക്കേണ്ടി വന്നു എന്ന് വരാം, കുടിക്കാൻ പാടില്ല. പക്ഷെ അവൻ സ്ഥിരമായി മദ്യപാനിയായി തുടരുകയും വിശ്വാസിയാണെന്ന് പറയാൻ ഞാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട ഒരുത്തൻ വ്യഭിചാരം ചെയ്തു പോയി എന്ന് വരാം, ദാവീദിന് തെളിവല്ലേ. അപ്പം വ്യഭിചാരം ചെയ്ത ദാവീദിനെയാണ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് കർത്താവായ യേശു പറഞ്ഞത്. ഇനി അത് തന്നെയാണ് അതിനേക്കാൾ എത്രയോ ഗൗരവമായ മെസ്സേജ് ഇന്നലെ ഞാൻ പറഞ്ഞു. കൊരിന്ത് സഭയിലെ വിശ്വാസികൾ, അവരെ ക്രിസ്തുവേശുവിൽ വിശുദ്ധരും വിശ്വസ്തരുമായവർ പൗലോസ് സംബോധന ചെയ്യുന്നത്. അതെങ്ങനെ? കോടതി വ്യവഹാരം ചെയ്യുന്നവനും അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനും സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവനും ഭിന്നതയ്ക്ക് നേതൃത്വം നൽകുന്നവനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവനും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനും സഭായോഗങ്ങളിൽ കലക്കമുണ്ടാക്കുന്നവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി അന്യഭാഷയെ കലക്കി കലിബല ശബ്ദം പറയുന്നവനും ഇങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്ന് വിശുദ്ധനും വിശ്വസ്തനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിശുദ്ധനും വിശ്വസ്തനുമായ കൊരിന്തിലുള്ള ആളിൽ എന്ന് പറഞ്ഞ ശേഷം പറയാണ്, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ. ആരാ? ഭിന്നത ഉണ്ടാക്കുന്നവനും കോടതി വ്യവഹാരത്തിന് പോകുന്നവരും അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവനും വിഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുന്നവനും കർത്തൃമേശയെ വിവേചിക്കാതെ ഭക്ഷിക്കുന്നവനും കൃപാവരങ്ങളെക്കുറിച്ച് പ്രശ്നമുള്ളവനും പുനരുത്ഥാനം കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസിയും വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന് കോടാലി വെക്കുന്നവനും എല്ലാം ഉൾപ്പെട്ടോ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. അപ്പൊ ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇവരെല്ലാം ഉണ്ടല്ലോ, ഈ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവരില്ലേ, അത് അവനെ ഒഴിച്ചെടുത്തിച്ചാന്നോ പറഞ്ഞു. അല്പമെങ്കിലും വിവരം വേണം ദൈവനും പഠിക്കുമ്പോൾ. വായിച്ച് മനസ്സിലാക്കാൻ പരിജ്ഞാനം വേണം. പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവനും പഠിക്കാൻ കഴിയുള്ളൂ. ഇരമ്യാ പ്രവാചകൻ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഒരു കുറ്റം എന്ന് പറയുന്നത്, പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അപ്പൊ പരിജ്ഞാനവും അറിവും നമ്മൾ വ്യത്യാസമുണ്ട്. അറിവ് ഈ അക്യുമുലേഷൻ ഓഫ് ഫാക്റ്റാണ്. അത് നമുക്ക് റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയൊക്കെ കിട്ടും. മനോരമയുടെ പത്രം വായിച്ചാലും കിട്ടും വായിക്കുന്നവർ. എന്നാൽ പരിജ്ഞാനം അങ്ങനെ കിട്ടുകയില്ല. അത് പരിചയസമ്പന്നമായി ലഭിക്കേണ്ട ജ്ഞാനമാണ്. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പിലെ എഴുത്തിൽ, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമത്വം. ഇതില്ലാതെ ഉപദേശിക്കുക വാളെടുത്തവനല്ല ഉപദേശിമാര്. ഈ ഫേസ്ബുക്ക് വന്നുകൂടിയാണ് മുഴുവൻ ഉപദേഷ്ടാക്കന്മാരാ പറയുന്ന മുഴുവൻ ദുരുപദേശവും. സത്യോപദേശം പറഞ്ഞാൽ അവനെ പിശാചിന് സന്ധി നിന്നും സർപ്പം നോക്കി. ഇന്നലെ എന്നെ വിളിച്ചിരുന്ന സർപ്പം എന്നാണ്. മനസ്സിലായോ? വിവരം ഉണ്ട് ഇല്ലേ, എന്നാ ചെയ്യാൻ പറ്റും? പോട്ടെ, അത് സാരമില്ല. ക്വാളിറ്റി എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ക്ഷമിച്ചേക്കുന്നു. അങ്ങനെ ആരെല്ലാം വിളിക്കുന്നത്, എന്നെ തെറി വിളിക്കുന്ന ആൾക്കാരത്തെ ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം പറയുന്നത് തെറി പറയാൻ പറ്റും എനിക്ക്. അപ്പോൾ വിളിക്കട്ടെ. തെറി പറയുന്നവരുണ്ട്, പ്രാകുന്നവരുണ്ട്. 4 കൊല്ലം മുമ്പേ എന്റെ നാക്ക് തളർന്ന്, അന്യഭാഷയെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു എന്റെ നാക്ക് തളർന്ന് ഞാൻ കിടക്കുമെന്ന് എന്നോട് എഴുതിയിട്ടുള്ളവന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സെർവിക്കൽ ഡിസ്കിന്റെ പ്രശ്നമായിട്ട് ഞാൻ ഇവിടെ തൈക്കാട്ടുശ്ശേരി മനയിൽ 1.5 വർഷക്കാലം ട്രീറ്റ്മെന്റിൽ തുടർന്ന സമയത്താണ് തളർന്നു പോകുന്നത്. ഞാനും ചിന്തിച്ചു, അത് പേടിച്ചല്ല, എന്റെ ശരീരസ്ഥിതി കൊണ്ട്.
പക്ഷെ അതിനേക്കാൾ രണ്ടിരട്ടി കൃപയോടെ കഴിഞ്ഞ 5 വർഷവുമായി ഈ കവല തോറും നിൽക്കാൻ ദൈവം എന്നെ പ്രാപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കവലയിൽ വന്ന് ജനറൽ പബ്ലിക്കിനോട് കർത്താവിന്റെ സുവിശേഷം ഒരക്ഷരം പറയാൻ കഴകമില്ലാത്ത മനസ്സില്ലാത്ത പുള്ളികളാണ് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇത് സംസാരിക്കുന്ന എന്നോട് എന്നെ അപലപിച്ച് സർവസ്വന്തീപനം വിളിക്കുന്നത്. ദൈവം പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹ പ്രമാണി ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവമാന്മാരെ, ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പൊ കാരാഗ്രഹ പ്രമാണിയുടെ പൗലോസ്, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും മോശ തന്ന ന്യായപ്രമാണവും പിന്നെ പൊതുനിയമത്തിലെ ഇതുവരെ എഴുതിയിട്ടുള്ള കൽപ്പനകളോട് പ്രമാണിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. രക്ഷയ്ക്കാതെയുള്ള മാർഗം ഈ പരിജ്ഞാനം കൃപയാൽ പ്രാപിപ്പാൻ ദൈവം എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെട്ട്. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർപെടാം.